ഈ പഠനത്തിൻ്റെ കൂടെ ഒരു ജോലി കണ്ടെത്താൻ നിങ്ങൾക്കൊക്കെ പറ്റണം. വിദേശ നാടുകളിലൊക്കെ സംഭവിക്കുന്ന എന്താ, കുട്ടികൾ ഇവിടുന്ന് MBAക്ക് പോണവരൊക്കെ ഹോട്ടലുകളിൽ ജോലി എടുക്കുന്നു, ഉരുളക്കിഴങ്ങ് ചാക്ക് ചുമക്കുന്നു, വെയിറ്ററായിട്ട് നിൽക്കുന്നു, ടാക്സി ഓടിക്കും, എനിക്കറിയില്ല. അത്ര എന്തോ ഒരു ഹെൽപ്പ്, വയസ്സായവരെ ഹെൽപ്പ് ചെയ്യുന്നു, വയസ്സായ ആളുകളെ, വൃദ്ധന്മാരെ, പിന്നെ വയസ്സായവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു, പരിചരിക്കുന്നു. അങ്ങനെ എത്ര തരം ജോലികൾ എടുക്കുന്നു. നമ്മുടെ നാട്ടിൽ എന്താ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റാത്തത്? നമ്മളെ നാട്ടിൽ ആകെ കൂടി ചെയ്യുന്നത് ഈ കാറ്ററിങ് പരിപാടിയാണ്. കാറ്ററിങ് ഓക്കെ, ഐ ലവ് ഇറ്റ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കാം. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ട്യൂഷൻ എടുക്കാം, റിസോർട്ടുകൾ ഹെൽപ്പറായിട്ട് പോവാം, KFCയിൽ ജോലി ചെയ്യാം. നിങ്ങൾ പറ, ഓൺലൈനിൽ എന്തൊക്കെ എടുക്കാം? നിങ്ങൾക്കിപ്പോൾ +2 പഠിച്ച് കഴിഞ്ഞില്ലേ? നിങ്ങൾ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും കുട്ടിക്ക് ട്യൂഷൻ എടുക്കുമ്പോൾ എന്തുണ്ടാവുന്നവരെ NCERT സിലബസാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. അത് മതി നിങ്ങൾക്ക് UPSC എക്സാമിനേഷൻ എഴുതാനായിട്ട്. അതെടുക്കാം. ഗൾഫിലുള്ള കുട്ടികൾക്ക് ഇവിടെ നിന്ന് ട്യൂഷൻ എടുക്കാം. ഭാഷ അറിയുന്നതിന് അത് പഠിപ്പിക്കാം. നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നതിന് യു ക്യാൻ ബി എൻ ഇംഗ്ലീഷ് ട്രെയിനർ. ഒട്ടും അറിയാത്ത ആളുകളെ പഠിപ്പിക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും സ്വന്തമായിട്ട് ഇവിടുന്ന് ഒരു 10-20 പേര് ചേർന്നിട്ട് ഒരു ബിസിനസ് ചെയ്യാം. എന്തൊക്കെ ചെയ്യാൻ പറ്റും. വേറെ എക്സ്ട്രാ പഠിക്കാൻ പറ്റും. ജോലി ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും. നമ്മളെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടും. പുറം നാട്ടിലെ കുട്ടികളൊക്കെ അങ്ങനെ പഠിച്ചതാണ്. 10ാം ക്ലാസ് കഴിഞ്ഞാലേ പിന്നെ 12ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അച്ഛനെയും അമ്മയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്. ഡൈവോഴ്സ് യുവർ പേരൻസ്. ഞാൻ പേരൻസിനോട് പറഞ്ഞു, കുട്ടി 18 വയസ്സായി കഴിഞ്ഞാൽ കുട്ടികളെ ഡൈവോഴ്സ് ചെയ്യണം. പേരൻസ് താങ്ക് യു സാറേ എവിടെയായിരുന്നു ഇത്രയും കാലം ഒക്കെ പറഞ്ഞു. നമ്മുടെ നാട്ടിലുള്ള കുട്ടി 18 വയസ്സ് കഴിഞ്ഞാലും 20 വയസ്സ് കഴിഞ്ഞാലും എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാനായിട്ട് കുട്ടി പോകുമ്പോൾ കുട്ടിക്ക് വെള്ളം കൊടുക്കുന്നത്, ഹാൾ ടിക്കറ്റ് തപ്പുന്നത്, അവിടെ സെൻറ്ററിലേക്ക് എത്തിക്കുന്നത്, കുട്ടിയെ ആശ്വസിപ്പിക്കുന്നത്, ഗുളിക എടുത്ത് കൊടുക്കുന്നത്, ഇതൊക്കെ അച്ഛൻ. എന്തിനാണ്? സ്വന്തമായിട്ട് ചെയ്യട്ടെ. സ്വന്തമായി പൈസ ഉണ്ടാക്കി പഠിച്ചിട്ടുണ്ടോ മക്കളെ? പഠിച്ചോളും. നമ്മൾ ഒരാളും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടത്. നമ്മുടെ ഈ ക്ലാസ്സിൽ ഫുട്ബോൾ കോച്ചിങ് കൊടുക്കുന്ന ഒരുത്തനുണ്ട്. ഫുട്ബോൾ കോച്ചിങ് അല്ലേ? കരാട്ടെ കോച്ചിങ് ആണ്. കോച്ചിങ് കൊടുക്കണം, പൈസ കിട്ടുന്നില്ലേ? അവൻ ആ പൈസ കൊണ്ട് ഫീസ് അടച്ചാലേ പിന്നെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സും അയാൾക്ക് വേണ്ട. സ്വന്തമായിട്ട് ഇത് വാപ്പയുടെ പൈസ, അച്ഛൻ്റെ പൈസ, അമ്മയുടെ പൈസ ഒക്കെ എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് തോന്നൂല. ഗൾഫിലുള്ള ആളുകളുടെ ബുദ്ധിമുട്ട് അതാണ്. ഉണ്ടാക്കുന്ന ആളല്ല ചെലവഴിക്കുന്നത്. കാശ് ഉണ്ടാക്കുന്നത് ഒരാൾ, ചെലവഴിക്കുന്നത് വേറൊരാൾ. അതുകൊണ്ട് ചെലവഴിക്കുന്ന ആൾക്ക് അതിൻ്റെ വേദന മനസ്സിലാവില്ല. ഉണ്ടാക്കുന്ന ആൾ ഇവരെ വേദനിപ്പിക്കുകയില്ല. അതുകൊണ്ടേ സംഭവിക്കും. സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കുക കേട്ടോ, എന്നിട്ട് പഠിക്കും. ഇത് യൂട്യൂബിൽ ഇട്ടോട്ടോ, അടിപൊളി സാർ.